വല്ലത് കേട്ട് മടുത്തു ഞങ്ങൾ, വല്ലത് കേട്ട് മടുത്തു ഞങ്ങൾ. ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം അക്ഷരനഗരി കണ്ടിട്ടില്ലേ, അക്ഷരനഗരി കണ്ടിട്ടില്ലേ. ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, LDF പ്രതിഷേധം. അഴിമതി ഭരണം തുലയട്ടെ, നഗര ഭരണം തുലയട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്. കോട്ടയത്തിൻ ഗതിയെന്ന്, കോട്ടയത്തിൻ ഗതിയെന്ന്, അക്ഷരനഗരിയുടെ ഗതിയെന്ന്. നഗര ഭരണം കുടിവാറുമ്പോൾ, നഗര ഭരണം കുടിവാറുമ്പോൾ അഴിമതിയാണ്, 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 അഴിമതിയാണ്. പെൻഷൻ ഫണ്ടിൽ അഴിമതിയാണ്, പദ്ധതി വിഹിതം ഇല്ലാതെ, പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ, പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ കഴിയാതുള്ളൊരു ഭരണക്കാർ, കഴിയാതുള്ളൊരു ഭരണക്കാർ പെൻഷൻ ഫണ്ട് പഠിച്ചു മാറ്റി, പെൻഷൻ ഫണ്ട് പഠിച്ചു മാറ്റി അഴിമതി ഭരണം നടത്തുന്നേ, അഴിമതി ഭരണം നടത്തുന്നേ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. ഒന്ന് വിളിച്ചേ അല്ല ഇപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു, തുടക്കം മുതൽ പറഞ്ഞു. എന്റെ ഇൻട്രോയൊക്കെ ഒന്ന് ആരംഭിച്ചിട്ടേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കുന്നത് 3 കോടി രൂപയ്ക്ക് മേളിൽ മോഷണം നടത്തുകയായി ഇത് കൃത്യമായ കണക്ക് പരിശോധിക്കുമ്പോൾ 4 കോടിക്ക് വരെ മേളിൽ എത്താവുന്ന കോടിയിലേക്കാണ് ഇപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ നേരിടാൻ. ഇത് 2020 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും മോശക്കാരാണെന്നോ അഴിമതിക്കാരാണെന്നോ ഞങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല. എങ്കിൽ പോലും ഇത് കൃത്യമായി പരിശോധിക്കുവാനും മനസ്സിലാക്കാനും ഇതിന്റെ കൃത്യമായ ഒരു പരിശോധന നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിലേക്കുള്ള അഴിമതി നടത്തുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം നമ്മളെടുത്ത് പരിശോധിക്കാൻ കെടുകാര്യസ്ഥതയും അഴിമതി ഈ മുനിസിപ്പാലിറ്റി വന്ന കാലം മുതൽ തന്നെ നിലനിൽക്കുക. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അഴിമതി പൂർണ്ണമായി പുറത്തു കൊണ്ടുവന്ന് ഈ അഴിമതി നടത്തിയിരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഇതിന്റെ അധ്യക്ഷയായി പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സിപിഐഎമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ അനിൽകുമാർ, സിപിഐഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് ഷീജാന്, പ്രിയമുള്ള കൗൺസിലർമാരെ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്നാണ് ഒരു ഇടുക്കി പോലെ കോട്ടയം നഗരസഭയിൽ ഇന്നലെ കൗൺസിൽ യോഗം നടത്തുമ്പോഴാണ്
കോട്ടയം നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് 3.5 കോടി രൂപയോളം പെൻഷൻ സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2020 ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ജോലിക്കായി വന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്ന മാസം മുതൽ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ ഈ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്ത ആളാണ്. ഏതാണ്ട് 3 വർഷക്കാലം കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഏതാണ്ട് 3.5 കോടിക്ക് മുകളിൽ രൂപ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും ഇല്ലാത്ത ആളിന്റെ പേരിൽ ഏതാണ്ട് ശ്യാമള എന്ന് പറയുന്ന കൊല്ലത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ അന്വേഷണത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയാണെന്ന് ഉള്ള ഉത്തരവാദിത്വവുമാണ് എന്ന് കണ്ടുകൊണ്ടാണ് LDF നേതൃത്വത്തിൽ ഇതുപോലൊരു പ്രക്ഷോഭങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം കോട്ടയം നഗരസഭയിൽ ഈ 2020 അധികാരത്തിൽ വന്ന നാൾ മുതൽ നമ്മൾ പറയുന്നതാണ് ഇവിടെ നടക്കുന്നതെല്ലാം അഴിമതിയാണ്, ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങളല്ല ചില ആളുകളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷം എന്നും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം. ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് LDF നിരന്തരമായ സമരം ഒരിക്കൽ മുന്നിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ചെയ്തിട്ടുള്ളതെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ വലിയ ക്രമക്കേടുകളിലേക്ക് ഈ നഗരസഭ പോകുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥ 4.5 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണമാണ്. അതുപോലും ഇത്രയും കാലമായി ഇവിടെ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ മാറ്റിക്കൊണ്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഈ ഭരണ സംവിധാനം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ വഴിയാണ്. അതിനെല്ലാം പ്രത്യേക സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും, വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതൊന്നും പരിശോധിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് സ്വന്തമായി പണം അദ്ദേഹത്തിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണെങ്കിലും മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഓഡിറ്റ് വിഭാഗമുണ്ട്. 2020 മുതൽ ഇവിടെ ഓഡിറ്റ് എല്ലാ വർഷവും ഓഡിറ്റ് പരിശോധനയുണ്ട്. ഇതിലൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ധനകാര്യ കമ്മിറ്റിയുണ്ട്. ഇതെല്ലാം വിലകീഴിൽ പരിശോധിക്കുന്ന കമ്മിറ്റിയാണെന്നാണ് പറയുന്നത്. ആ ധനകാര്യ കമ്മിറ്റിക്ക് കണ്ടുപിടിക്കാൻ ധനകാര്യ കമ്മിറ്റിയുടെ കീഴിൽ നിരവധിയായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ധനകാര്യം കൈകാര്യം ചെയ്യുന്ന വിവിധ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊന്നും ഇത് കണ്ടുപിടിക്കാതെ 2020 ശേഷം നിരവധിയായ ബഡ്ജറ്റുകൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബഡ്ജറ്റുകളിലൊന്നും ഇത്തരം വെട്ടിപ്പുകളോ അത്തരം ഘട്ടങ്ങളിലൊന്നും ഇത്തരം തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ നഗരസഭയെ സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ചയാണ്. ഇതിനും ഈ ഉദ്യോഗസ്ഥൻ കൊണ്ടു കൊടുക്കുന്ന ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ അവരത് പരിശോധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം വീഴ്ച ഇതിന്റെ മേലുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ നഗരസഭയെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരും കീഴുദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ ഇത് ഈ ഒരു കണ്ടുപിടിക്കപ്പെട്ട ഒരു തട്ടിപ്പാണ്. ഇതും അല്ലാതെ തന്നെ എത്രയോ തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നു. ഇപ്പോൾ കാണുന്നു അദ്ദേഹത്തിന്റെ മേശയ്ക്കകത്ത് കോൺട്രാക്ട് ആരോപിക്കുന്നത്. ഇതൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കണം. ഇതൊരു അഖിൽ സി വർഗീസിന്റെ മാത്രം കാര്യമല്ല, ഒരുപാട് അഖിൽ സി വർഗീസുമാർ ഇതുമായി പരിശോധിച്ചത് ഇവിടെ കാണും എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത് ഈ നഗരസഭയെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാരെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നു, നിങ്ങളും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന രീതിയിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതൊക്കെ പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ആളുകളും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വരുന്നത് ഞങ്ങൾക്കും വളരെ അപമാനകരമായ കാര്യമാണ്. കാരണം സുതാര്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം അഴിമതിയുടെ ഭാഗവാക്കാകേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തരത്തിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറുന്നു. ഈ നഗരസഭയെ ഈ ഒരു ഭരണം ഈ കഴിഞ്ഞ 3.5 വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണം കോട്ടയത്തെ സംബന്ധിച്ച് എടുത്തു പറയാൻ ഒരു നേട്ടവും ചെയ്യുവാൻ സാധിച്ചില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതി പണം കൊണ്ട് തടിച്ചു വീർക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ഈ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥത അത് അവസാനത്തെ തെളിവായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എണ്ണി പറഞ്ഞതാണ്. ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് വന്നതാണ്. അതെല്ലാം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ഇവിടെ ചെവിക്കൊള്ളുവാനോ ഇതിനൊന്നും കൃത്യമായി പരിശോധന നടത്തുവാനോ ഇതിന്റെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. ഇന്നലെ പോലും ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പോലീസ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ചെയർപേഴ്സന്റെ അടക്കം ലോഗിനിലേക്ക് പോകുന്ന അക്കൗണ്ടുകളാണ്. ഇത് അക്കൗണ്ടുകളെല്ലാം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എവിടെ ഇരുന്ന് ഏത് ഉദ്യോഗസ്ഥന് നോക്കിയാലും പരിശോധിക്കാൻ സാധിക്കും. അത്തരത്തിൽ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഈ 2020 തൊട്ട് ഇത് പരിശോധിച്ചതിന് ശേഷമാണ്
ഇതുപോലുള്ള പണം പെൻഷൻ അക്കൗണ്ടുകളിലോട്ടും ശമ്പളമാണെങ്കിലും മറ്റ് ആനുകൂല്യങ്ങളാണെങ്കിലും വികസന ഫണ്ടാണെങ്കിലും റോഡ് ഫണ്ടാണെങ്കിലും എല്ലാം ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ പരിശോധിക്കില്ല. അപ്പൊ അത്തരത്തിൽ പരിശോധന നടത്തുന്ന ആളുകൾ ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ കണ്ടിട്ട് കണ്ണടച്ചിരുന്നതാണോ എന്നുള്ള സംശയമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഈ അനുമതിയെ സംബന്ധിച്ച് ഇത് ചെറിയ തരത്തിലുള്ള അന്വേഷണം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ ചെറിയ ശിക്ഷ കൊടുത്ത് ഇളവ് കൊടുത്ത് അല്ലെങ്കിൽ അവനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഒന്നും പോകാൻ സാധിക്കുകയില്ല. ഇത് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ എല്ലാം ശിക്ഷിക്കണം എന്നുള്ളതാണ്. ഇതൊരു അഖിൽ വർഗീസിന്റെ മാത്രമല്ല, ഈ അഖിൽ വർഗീസിനോടൊപ്പം നിന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനും സർക്കാർ ശമ്പളം പറ്റിക്കൊണ്ട് അധികാരത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം അടിച്ചു മാറ്റുകയും അഴിമതി നടത്തി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന തരത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അത്തരത്തിലേക്ക് പോകാൻ ഈ ജനാധിപത്യ രാജ്യം അനുവദിക്കുകയില്ല. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും സമരവുമാണ് ഇവിടെ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്നുകൊണ്ട് മാത്രം തീർന്ന സമരമല്ല, ഇതിന്റെ തുടർച്ചയായ സമരങ്ങളിലേക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ്. സഖാവിനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീരാജിനാണ്. ശ്രീരാജിനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്ന CPIM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് D. ശശികുമാർ സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് CN സത്യനേശൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ജിബി ജോൺ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIM-ന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് വേണുഗോപാൽ MS വേണുഗോപാൽ ഇവിടെയുണ്ട്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസ് പള്ളിക്കുന്നൻ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവും നഗരസഭാ അംഗവുമാണ്. ജോസ് പള്ളിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. VR പ്രസാദ് ഇവിടെയുണ്ട്. അഭിലാഷ് ഉണ്ട്. എല്ലാവരെയും അതുപോലെ തന്നെ ഇപ്പൊ പങ്കെടുക്കുന്ന മുഴുവൻ കൗൺസിലർമാരെയും ആരെയും പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, LDF-ന്റെ നേതാക്കന്മാരായ പ്രിയപ്പെട്ട സഖാക്കൾ CN സത്യനേശൻ, സഖാവ് V. ശശികുമാർ, സഖാവ് NN വിനോദ്, സഖാവ് കുന്നേപ്പറമ്പിൽ അടക്കം വിവിധ അഴിമതിയുടെ ഏറ്റവും ഒടുവിലത്തെ രൂപമാണ് ഇന്നുമായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3.5 കോടി രൂപയുടെ അഴിമതി ഒരു ഉദ്യോഗസ്ഥൻ കോട്ടയം നഗരസഭയുടെ ഓഫീസിനകത്തിരുന്ന് നടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ പരിപാടികൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടക്കമുള്ള തുകകൾ കൂടി കണക്കാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് കോട്ടയം നഗരസഭയിൽ മാത്രം ഏത് അഴിമതി നടന്നാലും ആ അഴിമതിക്കകത്ത് കോട്ടയം നഗരസഭ കാര്യമല്ല. ഈ അഴിമതിയുടെ പുറകിൽ നിരവധി ആളുകൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പറയുന്നില്ല. സത്യസന്ധരായ നിരവധിയായ ഉദ്യോഗസ്ഥന്മാർ കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം എടുക്കുന്ന തരത്തിലാണ് അവരെ ഇവിടെ നിന്ന് വിവിധ സോണുകളിലേക്ക് തട്ടിക്കളിക്കുകയാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ. ഇപ്പം 2020 തട്ടിപ്പ് നടത്തി ഇവിടെ വന്ന അഖിൽ C. വർഗീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് അഴിമതി നടത്തി എന്ന് ഇപ്പോൾ പറയുന്നു. അങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാക്ക് റെക്കോർഡ് സ്പഷ്ടമാണല്ലോ. ഒരു കണക്കിൽ കൃത്രിമം കഴിഞ്ഞ് 40 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ഇതുപോലെ തന്ത്രപ്രധാനമായ ഒരു തസ്തികയിൽ ഇരുത്തിയതിന്റെ ഉത്തരവാദിത്തമാക്കാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നത് വകുപ്പ് മേധാവിയാണ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്. ഇവിടെ ഈ ഉദ്യോഗസ്ഥരെ പെൻഷൻ കൗൺസിലർമാരുമാണ് എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾ എടുത്തു പറയുകയാണ്, ഞങ്ങൾ 22 കൗൺസിലർമാർ ഇടതുപക്ഷത്തിന്റെ ഇവിടെയുണ്ട്. ഞങ്ങളിൽ ഒരു അഴിമതിക്കാരൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കൂ, ഞങ്ങൾ നിങ്ങളെ ഏത് വിചാരണയും നേരിടാൻ തയ്യാറായി. എന്നാൽ ആ ഫണ്ട് വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ആ കൗൺസിൽ വിളിച്ചു ചേർത്തപ്പോൾ 50 ലക്ഷം രൂപയെങ്കിലും അവിടുത്തെ സഹോദരങ്ങളെ സഹായിക്കാൻ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ UDF ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറഞ്ഞു
പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന പൈസ ഇവിടെ 5 കോടി രൂപ ഓൺ ഫണ്ടിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണ്. ആ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് വെളിയിൽ വന്നത്. നിങ്ങൾ ഓർക്കണം, ഇവിടെ പല ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശബ്ദരേഖ ഇവിടെ കൊണ്ട് കളിക്കുന്നുണ്ട്. ആ ശബ്ദരേഖയിൽ ഞങ്ങളെ സ്ഥലം മാറ്റിയത് ചെയർപേഴ്സന്റെ ഭർത്താവ് പറയുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാത്തരം ഭരണാധികാരികള്, അത് ചെയർമാനാണെങ്കിലും വൈസ് ചെയർമാനാണെങ്കിലും UDF-ന്റെ കൗൺസിലർമാരാണെങ്കിലും കാണിക്കുന്ന അഴിമതിയുടെ ആകെ തുകയാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ കോടികളുടെ അഴിമതി. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ പല സെക്ഷനുകളും പരിശോധിച്ചാൽ കോട്ടയം നഗരസഭ വിറ്റുതിന്ന നഗരത്തിലേക്കാണ് ഇന്ന് ഈ നഗരത്തിലെ ഭരണം മാറിയിരിക്കുന്നത്. ജനങ്ങളിലേക്ക് അടിസ്ഥാന വികസനങ്ങൾ എത്തുന്നില്ല. ഒരു വാർഡിലേക്ക് പോലും 5 ലക്ഷം രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതിയാണ് എന്ന് ഇവിടെ പറയുമ്പോഴാണ് ഓൺ ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ പിൻവലിച്ചത് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറെ അധികം കടത്തുകാരുകൾ ഉണ്ടായെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആ അഴിമതിക്കാരെ മുഴുവൻ കൽപ്പുറങ്കിൽ അടയ്ക്കുന്നത് വരെയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് യാതൊരു തർക്കവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട, നേരിട്ട് അത് കൗൺസിലിലേക്ക് പോകുമ്പോൾ ശരിയായ പരിശോധന നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വന്നൊരു തർക്ക പ്രശ്നം. അതിനർത്ഥമെന്താണ്? ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ കണക്കുകൾ കൊണ്ടുവരേണ്ടതില്ല എന്ന തരത്തിലേക്കാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചോദ്യവും പറച്ചിലുമില്ലാത്ത കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ നഗരസഭാ ഭരണത്തിനിടയിൽ 4 കൊല്ലക്കാലം കൊണ്ട് 12 കോടിയോളം രൂപ സംസ്ഥാനത്തിന്റെ വിഹിതമായി ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുകയുണ്ട്. അങ്ങനെ 12 കോടി രൂപ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭാ മേഖലയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകൾ തകർന്നിരിക്കുന്നു. ജലജീവൻ മിഷന്റെ ഭാഗമായി നമ്മുടെ റോഡുകളൊക്കെ പൊളിച്ച് നമ്മളിവിടെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി പണിയുണ്ട്. ആ പണികളാകെ നിന്നുപോയിരിക്കുന്നു. നഗരസഭയിൽ 200+ BJP ഉണ്ട്. ഇന്നേ വരെ നഗരസഭയുടെ ഭരണത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ BJP തയ്യാറായില്ല. അവരെ ഈ നഗരസഭാ ഭരണം തുടരുന്നതിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പണമില്ല ഈ നഗരസഭയിൽ.